ഹരേ രാമ. എല്ലാവർക്കും 2024 രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം. രാമായണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു രാമായണവും രാമായണ കഥകളും അതുമായി ബന്ധപ്പെട്ട ഓരോ വിവരണങ്ങളും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാട്ടാളനിൽ നിന്ന് ഒരു മഹർഷിയിലേക്കുള്ള പരിണാമം വരുത്തിയ രാമായണ ജീവിത ചരിത്ര കഥ ഇന്ന് ഏറ്റവും കൂടുതൽ ആനുകാലിക പ്രസക്തമാണ് എന്ന് കാണാം. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലം ആണ്. വാസ്തവത്തിൽ ഒരു വ്യക്തിയിലൂടെ, ഒരു കുടുംബത്തിലൂടെ, പിന്നീട് ഒരു രാജ്യത്തിലൂടെ അങ്ങനെ പോകുന്ന ഒരു യാത്രയാണ് ശ്രീരാമൻ്റെ ജീവിത യാത്രയാണ് രാമായണം എന്ന് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് സത്തയാണ് നമ്മൾ രാമായണത്തിൽ നിന്നും സ്വീകരിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നൊരു കൃതിയാണ് രാമായണം. രാമായണം വായിച്ചു പോകുമ്പോൾ കഥ മാത്രം വായിക്കുകയോ ആ രംഗങ്ങൾ മാത്രം ഓർത്തു പോവുകയോ ചെയ്തിട്ടൊരു കാര്യവുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രം നമുക്ക് കൊണ്ടുവന്നാൽ മനസമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് രാമായണ പാരായണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇവിടെ പിടിച്ചുപറിക്കാരനായ ആ രാക്ഷസൻ പിന്നീട് സാത്വികമായ ഒരു സന്യാസി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ രാമായണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ രത്നാകരൻ എന്ന ആ രാക്ഷസൻ നമ്മളുടെ ഒരു പ്രതിനിധി തന്നെയാണ്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നില്ല എങ്കിലും എത്രയോ പേരുടെ വികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു. സപ്തർഷികളെപ്പോലെ ഇന്ന് നമ്മുടെ സപ്തർഷികൾ എങ്ങനെയാണോ രത്നാകരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചോദിച്ചത്, നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും മക്കളും സ്വീകരിക്കുമോ എന്ന് ചെന്ന് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോട് ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ, നിങ്ങൾ ഈ കാണിക്കുന്ന ധർമ്മമാണോ എന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ചോദിക്കുന്നവൻ്റെ നാവ് അടച്ചു കളയുന്ന, മുറിച്ചു കളയുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും നമുക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് സപ്തർഷികളും ഇല്ല, പ്രതികരിക്കാൻ പറ്റുകയും ചെയ്യാത്തൊരു കാലത്തിലാണ്. നമ്മൾ മനസ്സിലടക്കി വയ്ക്കുക, ഈശ്വരനോട് മാത്രം പറയുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോയിരിക്കുന്ന കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇവിടെ സഹോദര സ്നേഹം, പക്ഷിമൃഗാദികളുടെ പോലും ഇടപെടൽ, പക്ഷിമൃഗങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന ധാർമ്മിക ബോധം, പക്ഷിമൃഗാദികളും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പരിസ്ഥിതി ബന്ധം, പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ വേണമെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്ത് ആ സമുദ്രതരണം എങ്ങനെയാണോ ഹനുമാൻ നടത്തി, അതുപോലെ നമുക്കും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പക്ഷേ വേണ്ടതൊന്നു മാത്രം മനസ്സ് മാത്രമാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം എന്ന് പറയാം. വിദ്യാർത്ഥികളൊക്കെ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യേണ്ട, അനുകരിക്കേണ്ടുന്ന ഒരു കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ് ഹനുമാൻ എന്ന് പറയുന്നത്.
ഓരോ നമ്മളുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുകയാണ് ഹനുമാൻ. ആ രാമേശ്വരത്ത് നിന്നും അങ്ങനെ ശ്രീലങ്കയിലേക്ക് അങ്ങനെ പറന്നു പോയത് നമ്മളുടെ പ്രതീക്ഷകളുടെ ചിറകുകളാണ് അങ്ങനെ പറന്ന് പറന്ന് പോകുന്നത്. പ്രതീക്ഷകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിൽ ജീവിക്കാനുള്ള ത്വര ഉണ്ടാകുന്നത്. എത്ര വലിയ നിരാശയുടെ പടുകുഴിയിലായിരിക്കുമ്പോഴും അതിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നൊരു പക്ഷിയെപ്പോലെ പറന്നു പോകണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമുക്ക് തീവ്രമായ ആഗ്രഹം, ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ല കർമ്മം ചെയ്യാനുള്ള ശക്തിയും ഉണ്ടായിരിക്കണം. അതാണ് ഹനുമാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെ പോയാൽ അല്ലേ, സാധാരണഗതിയിൽ ഒരമ്മയാണ് വളർത്താറുള്ളത്, പക്ഷേ ഒരു കുട്ടിയെ. പക്ഷേ ശ്രീരാമനോ 3 അമ്മമാരായിരുന്നു, വ്യത്യസ്ത സ്വഭാവമുള്ള 3 അമ്മമാർ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും പല വ്യക്തികളുടെ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. പെറ്റമ്മ, പോറ്റമ്മ, വളർത്തമ്മ, രണ്ടാനമ്മ, അങ്ങനെ അമ്മമാർ തന്നെ പലവിധം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ്, അമ്മമാർ തന്നെ പലവിധം. ഇതിലേതമ്മയ്ക്കാണ് നമ്മളോട് ആത്മാർത്ഥമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് എന്നും ഏതമ്മയ്ക്കായിരുന്നു കപട സ്നേഹം ഉണ്ടായിരുന്നത് എന്നും, ഇനി ഏതെങ്കിലും അമ്മയല്ലാതെ മറ്റൊരമ്മയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കാമെന്നും ഒക്കെ ഈ കൈകേയിയുടെ, മന്ധരയുടെ, കൗസല്യയുടെ, അതുപോലെ സുമിത്രയുടെ ഒക്കെ ആ ജീവിതത്തിലൂടെ കടന്നുപോയാൽ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം എന്നൊന്നും കൈകേയിക്കില്ലായിരുന്നു, വളരെ നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ മന്ധരയെപ്പോലെയുള്ള ഒരു സ്ത്രീയുടെ ഒരു ദുഷ്ടകഥാപാത്രത്തിൻ്റെ ഇടപെടലിലൂടെയാണ് രാമായണം ഉണ്ടാകുന്നത്. നമ്മൾ പറയാറുണ്ട് ചില സ്ത്രീകളെ പറ്റി, അവർ മന്ധരയുടെ സ്വഭാവമാണെന്ന്. മന്ധര ഇന്നില്ല കേട്ടോ. കാരണം മന്ധരയുടെ നാവിൽ അന്ന് സരസ്വതി ദേവി കയറി വിളയാടണമെന്ന് ദേവന്മാർ അപേക്ഷിച്ചപ്പോൾ ആ ഒരു നിമിഷത്തേക്ക് അങ്ങനെ മന്ധരയുടെ നാവിൽ വന്ന് ആ വാക്കുകൾ പറയിപ്പിച്ചതാണ് കൈകേയിയുടെ അടുത്ത്. തന്നെയുമല്ല, അങ്ങനെ ആ മന്ധരയുടെ നാവിൽ നിന്ന് ആ വാക്കുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ രാമായണം ഉണ്ടാകുമായിരുന്നില്ല. ഇനി കൈകേയി നല്ല ശുദ്ധ മനസ്സുള്ള ഒരു രാജ്ഞി തന്നെയായിരുന്നു. പക്ഷേ കൈകേയിക്ക് ശ്രീരാമനെ എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷേ ആ കൈകേയിയും ആ മന്ധരയുടെ വാക്കുകൾ അന്നേരം കേട്ടില്ലായിരുന്നുവെങ്കിൽ രാമായണം ഉണ്ടാകുമായിരുന്നില്ല. രാവണനെ കൊല്ലണ്ടേ? അതാണ്, രാവണനെ കൊല്ലാനൊരു കാരണം വേണ്ടേ? ഇതുപോലെ നമ്മളുടെയും ജീവിതത്തിലെ ഒരുപാട് തരത്തിലുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ. ശ്രീരാമൻ ഞെട്ടിപ്പോയി കൈകേയിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം കേട്ടപ്പോൾ. നമ്മുടെ വ്യക്തിപരമായിട്ട് പറഞ്ഞ ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാനത് ചിന്തിച്ചു പോവുകയാണ്. നമ്മൾ ഞെട്ടിപ്പോവും, ഇവരിൽ നിന്ന് നമുക്ക് ഈ അനുഭവം ഉണ്ടായോ എന്നോർത്ത് ഞെട്ടിപ്പോവും. അതുപോലെയായിരിക്കും നമ്മൾ അത്ര മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് വിശ്വസിച്ച് പോകുന്ന അല്ലേ. ഒരുപക്ഷെ ഈ കൗസല്യേക്കാൾ കൂടുതൽ ശ്രീരാമൻ അടുപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് കൈകേയിയോടായിരുന്നു എന്ന് കൈകേയി തന്നെ പറയുന്നുണ്ട്. കൗസല്യയോടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എന്നോടായിരുന്നു എന്നും, എന്തെങ്കിലും കിട്ടിയാൽ കൗസല്യാദേവിക്ക് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് കൊണ്ട തരുമായിരുന്നു. അങ്ങനെയുള്ള രാമനെ ഞാൻ എന്തിനാണ് കാട്ടിലേക്ക് വിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മന്ധരയോട്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് എപ്പോഴാണ് മാറ്റം വന്നെന്നും, ആരുടെയെങ്കിലും വാക്ക് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വലിയ ആദർശധീരരാണെന്നൊക്കെ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, സാഹചര്യങ്ങൾക്ക് അടിമയാണ് നമ്മൾ. എത്ര നല്ല മൈൻഡ് മാനേജ്മെൻറ്റാണ് നമ്മുടെ മന്ധര നടത്തിയത്, കൈകേയിയുടെ മൈൻഡ് മാനേജ്മെൻറ്റ്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾക്കപ്പുറമുള്ള ഏതോ ഒരു ശക്തിയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കാകാം, നമ്മളുടെ ചിന്തയിലുണ്ടാകുന്ന മാറ്റമാകാം, നമ്മളുടെ പ്രവൃത്തിയിൽ വരുന്ന ഒരു മാറ്റമാകാം. അതിന് നമ്മൾക്കപ്പുറമുള്ളൊരു പവറിൻ്റെ കൺട്രോളുണ്ട് നമ്മളുടെ മേൽ. അതുകൊണ്ടാണ് നമ്മൾ പോലും പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ ഭാഗത്തു നിന്ന് ചില മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. കാരണം അത് നമ്മുടെ തീരുമാനമല്ല, അതിനപ്പുറമുള്ളൊരു സൂപ്പർ പവറിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് വേറെ ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാകാൻ, അവിടെ സംഭവങ്ങൾ ഉണ്ടാകാൻ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ രാവണനെ കൊല്ലണമെങ്കിൽ ഇങ്ങനെ കൈകേയിക്ക് ഒരു മനംമാറ്റം വരണം. പോരെങ്കിലോ വളവും വെള്ളവും ഒരുമിച്ച് കിട്ടുന്നത് പോലെയായി. മന്ധരയുടെ വാക്ക് കേട്ടു ഒന്ന്. ആ സമയത്താണ് കൈകേയിക്ക് പണ്ട് ദശരഥൻ കൊടുത്തിരുന്ന വരം ഈ സമയത്ത് തന്നെ അങ്ങോട്ട് ഉപയോഗിച്ച് കളയാം എന്നും വിചാരിക്കുന്നത്. ദേവാസുര യുദ്ധത്തിൽ ആ ദേവാസുര യുദ്ധം വിജയിക്കുന്നതിന്
ദശരഥനെ സഹായിച്ച കൈകേയിക്ക് സമയമാകുമ്പോൾ ചോദിച്ചാൽ മതി, വരം തരാമെന്നും പറഞ്ഞിരുന്നു. അത് അന്നേരം വരം അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നമില്ല. ചില കാര്യങ്ങൾ നമ്മൾ നീട്ടിവെച്ച് കൊണ്ടുപോകുമ്പം അത് വലിയ പ്രശ്നമാകും. അന്നേരം ഉള്ളത് അന്നേരം കൊടുത്ത് തീർത്തേക്കുക എന്നുള്ള പാഠവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ക്ഷമ ദോഷവും ചെയ്യും എന്ന് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ചോദിക്കുക, അപ്പോൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ അപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാകും എന്നാണ് ദശരഥൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, അല്ലേ? പാവം ദശരഥൻ ആ കൈകേയിക്ക് കൊടുത്ത വാക്ക് ഇത്ര വലിയ വിപത്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചില്ല. പക്ഷെ അതിനൊരു കാരണമുണ്ട്. അതിനു മുൻപ് ദശരഥന് ഇങ്ങനെ ഒരു അനുഭവം കിടക്കുന്നു. അതിനുള്ള വഴിയും ദശരഥൻ തന്നെ ഉണ്ടാക്കി വച്ചിരുന്നു. പണ്ട് ശ്രവണകുമാരനെ അമ്പെയ്ത് കൊന്നില്ലേ മൃഗയാവിനോദത്തിന് പോയപ്പോൾ? അതും സന്ധ്യ കഴിഞ്ഞ സമയത്ത്. ഇത് ഓരോ കാര്യങ്ങൾക്കും ഓരോ റൂളുണ്ട്. ആ റൂള് തെറ്റിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. സന്ധ്യാസമയം കഴിഞ്ഞ് വിനോദത്തിന് പോകാൻ ആരോ അവകാശം കൊടുത്തു രാജാവിന്. അപ്പോൾ രാജാവിനോട് തോന്നല് എന്താ, ഞാൻ ഈ രാജ്യത്തെ രാജാവല്ലേ, എന്നെ ആരാണ് ചോദ്യം ചെയ്യാൻ വരിക? അവിടെയാണ് ഈ കുഴപ്പം. ഭരണാധികാരിയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല, അതുകൊണ്ട് ഞാനിത് അങ്ങനെ ചെയ്യൂ എന്ന് കരുതിയാൽ അത് വളഞ്ഞു തിരിഞ്ഞ് പൊളഞ്ഞ് അവസാനം നമ്മളിലേക്കോ നമ്മുടെ അടുത്ത തലമുറയിലേക്കോ വരും എന്നുള്ളതിൻ്റെ തെളിവാണ് ദശരഥൻ പണ്ട് രാത്രിയിൽ പോയി മൃഗയാവിനോദം നടത്തി. മൃഗയാവിനോദമൊക്കെ നടത്തുന്നതിനൊക്കെ കാരണങ്ങൾ പലതുണ്ട്. ക്രൂരമൃഗങ്ങളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, അതും സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത സമയത്ത് പോയപ്പോഴുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ അന്ന് ആ ശ്രവണകുമാരൻ്റെ അച്ഛനമ്മമാർ കൊടുത്ത ശാപമാണ് പിന്നീട് മക്കളെ കാണാതെ മരിക്കേണ്ട ഗതികേട് വരുത്തി. അപ്പോൾ നോക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തു പോയ തെറ്റിൻ്റെ ഫലം അനുഭവിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ദശരഥൻ. ഇതൊക്കെയാണ് നമ്മൾ ഈ രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠങ്ങളിൽ ഒരു പാഠം. അപ്പോൾ എത്ര വർഷം മുമ്പാണ് നമ്മളത് ചെയ്തതെങ്കിലും അതിൻ്റെ ആ ഒരു ത്രെഡ് ഇങ്ങനെ കിടക്കും. അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മുടെ സമയം നല്ലതായതുകൊണ്ട് നമുക്ക് കുറേ സ്വാധീനവും അതുപോലെ നമ്മളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരും നമുക്ക് സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി അത് മറ്റുള്ളവരുടെ മനസ്സിനെ എന്തുമാത്രം പിടിച്ചൊലച്ചിട്ടുണ്ടോ എന്നൊന്നും ചിന്തിക്കാനുള്ള ഇരുത്തമൊന്നും മനസ്സിനുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ചിന്തിക്കുകയില്ല. ഇതിൻ്റെയൊക്കെ ഫലം വരുന്നതിന് കുറേ നാൾ പിടിക്കും. ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, എനിക്കതുകൊണ്ട് ഒരു കുഴപ്പവും വന്നില്ല എന്ന്. പക്ഷേ ഒരു വേദനിപ്പിക്കൽ ഉണ്ടായിട്ട് അതിനെ നമ്മൾ എത്രമാത്രം നന്മയിട്ട് മൂടിയെന്ന് പറഞ്ഞാൽ ആ വേദനിപ്പിക്കലിൻ്റെ വേരിങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അതിങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഈ ദശരഥൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അങ്ങനെ പറഞ്ഞാൽ രാമായണത്തിനെ വ്യാഖ്യാനിക്കാനോ, രാമായണത്തിലെ 10-20 ഏകദേശം ഒരു 20ഓളം കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനെയൊക്കെ എടുത്ത് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാനോ പറയാനോ വ്യാഖ്യാനിക്കാനോ ഉള്ള അറിവും ഒന്നും എനിക്കില്ല. എങ്കിലും ഒരു ഇഷ്ടം കൊണ്ട്, ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. ഈ വാക്കുകൾ അത്രയും ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.